നമസ്തേ, ഞാൻ ഡോക്ടർ ബി.ജി. ഗോകുലൻ, തിരുവല്ല സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്ററിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മളിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വാർദ്ധക്യത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ 50 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാരിലുണ്ടാകുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവ്, AMD എന്ന ആധുനിക നാമത്തിൽ അറിയപ്പെടുന്ന ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. ഇത് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട മാക്കുല എന്ന് പറയപ്പെടുന്ന അവയവത്തെയാണ് ബാധിക്കുക, ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. മാക്കുല എന്ന അവയവത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ വസ്തുക്കൾ ഫോക്കസ് ചെയ്യുന്നതും അതിൻ്റെ നിറം വർണ്ണവ്യത്യാസങ്ങൾ അറിയുന്നതും സൂക്ഷ്മമായ കാഴ്ച നമുക്ക് നൽകുന്നതും ചെയ്യുന്നത് ഫോവിയ അഥവാ മാക്കുല എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ മാക്കുല എന്ന ഭാഗത്ത് നമ്മുടെ പ്രായം കൊണ്ടുള്ള അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടുള്ള ഓക്സിഡേഷൻ ധാരാളമായിട്ട് നടന്നിട്ട് അവിടെ റെസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തുരുമ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞരമ്പുകൾക്ക്. അപ്പോൾ അങ്ങനെ ഞരമ്പുകളുടെ ശേഷി കുറയുകയും അതിനെ പ്രകാശത്തെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇമേജുകളെ സ്വീകരിക്കാനോ ഉള്ള കഴിവ് കുറയുകയും ചെയ്യാം. അപ്പോൾ അതൊരു വലിയ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജായിട്ട് വരുമ്പോൾ അത് നമുക്ക് നോക്കുന്ന ഭാഗത്ത് ദൃഷ്ടിയുടെ മധ്യത്തിൽ കാഴ്ച മങ്ങിയതായിട്ടും ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ മെച്ചമായിട്ട് കാണുക തുടങ്ങുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കാഴ്ച കുറച്ചുകൂടെ ബെറ്റർ ആവുകയും, അതായത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കാഴ്ച കാണുന്നത് മാക്കുലയിൽ കൂടി മാത്രമല്ല കണ്ണിൻ്റെ പാർശ്വഭാഗത്തുള്ള റോഡ് സെൽസിൽ കൂടിയാണ്. റോഡും ആൻഡ് കോണുമാണ് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ. കോൺ സെൽസാണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാഴ്ച തരുന്നത്, നിറം തരുന്നത്. റോഡ് സെൽസ് നമുക്ക് രാത്രികാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാഴ്ചയെ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നടുഭാഗത്തെ മധ്യഭാഗത്തെ വ്യക്തതയുള്ള കാഴ്ച കുറയുന്നതിനെയാണ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. ഇത് വെറ്റ് മാക്കുലർ ഡീജനറേഷൻ എന്നും അല്ലെങ്കിൽ ഈ നീർക്കെട്ടുള്ള മാക്കുലർ ഡീജനറേഷൻ, നീർക്കെട്ട് മൂലം മാക്കുലയ്ക്ക് ഉണ്ടാകുന്ന ദോഷം, അല്ലെങ്കിൽ ഉണങ്ങിയ ഞരമ്പുകൾക്ക് ഉണക്ക് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ശോഷം സംഭവിച്ചിട്ടുണ്ടാകുന്ന ഡ്രൈ മാക്കുലർ ഡീജനറേഷനായിട്ട് രണ്ട് തരത്തിൽ പറയാറുണ്ട്. വെറ്റ് മാക്കുലർ ഡീജനറേഷനിൽ ഈ കണ്ണിനകത്ത് നേരിട്ട് ചെയ്യുന്ന ഇൻട്രാ വിട്രിയൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് നീർക്കെട്ടിനെ ഒരു പരിധിവരെ സഹായിക്കും, അല്ലെങ്കിൽ പുതിയ ഞരമ്പുകൾ കൃത്രിമമായി ഉണ്ടാവുന്നത് തടയാൻ സഹായിക്കുന്നു. അതുമൂലം കൂടുതൽ രോഗം വഷളാവാതിരിക്കാനായിട്ടാണ് സഹായിക്കുക. എന്നാൽ അവ ഒരു തരത്തിലും കാഴ്ചയെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഉതകുന്നില്ല. അതുമാത്രമല്ല, ഇതിൽ ഇത്രയും വില കൂടിയ ഇഞ്ചെക്ഷൻസ് കണ്ണിലെടുത്താലും അവയുടെ ഫലം ഏകദേശം 1 മാസം 2 മാസം കൊണ്ട് അവസാനിക്കും. വീണ്ടും നമ്മൾ അത് ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങളോളം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കൂടിയും ഈ നഷ്ടപ്പെട്ടു പോയ കാഴ്ച വർദ്ധിക്കുവാനോ മറ്റും വരുന്നതായിട്ട് കാണുന്നില്ല. അവിടെയാണ് ആയുർവേദത്തിലെ ചികിത്സയുടെ പ്രസക്തി വരുന്നത്. ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾ നേത്രത്തിനകത്ത് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ശരീരത്തിനകത്ത് കൂടുതൽ ചികിത്സാ രീതികൾ, വസ്തി മുതലായ കാര്യങ്ങൾ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഉണർവ് നൽകുകയും അവയുടെ കാഴ്ചയുടെ സംവേദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കാഴ്ചയുടെ കുറവ് പോലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ മാക്കുലർ ഡീജനറേഷനുള്ളൊരു പേഷ്യൻ്റ് സ്നെല്ലൻസ് ചാർട്ടിൽ ഒരു വരി വായിച്ചിട്ടാണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ 2 വരിയൊക്കെ ആയിട്ട് ക്രമേണ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ കാഴ്ചയുടെ ക്വാളിറ്റി, ഗുണം മെച്ചപ്പെടുന്നതും നമുക്ക് അനുഭവവേദ്യമാകും. അങ്ങനെയുള്ള ഒരു വലിയ അളവിൽ കാഴ്ചയെ തിരിച്ചു ലഭിക്കുവാനായിട്ടുള്ള ഒരു പ്രയോജനം നമുക്ക് ആയുർവേദ ചികിത്സയുടെ കൂടെ ചെയ്തു കൊടുക്കാൻ രോഗികൾക്ക് കഴിയാറുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലും ആധുനിക ചികിത്സയിൽ പറയാത്ത അല്ലെങ്കിൽ അവിടെ സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു ഫലമാണ്. ആ ഒരു രീതിയിൽ ആയുർവേദത്തിൻ്റെ ചികിത്സകൾ വളരെയധികം ഈ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനിൽ പ്രയോജനപ്പെടുന്നുണ്ട്. പണ്ഡിത ജയ ജയ ശ്രീ സുദർശന, ജയ ജയ ശ്രീ സുദർശന.